സത്യം പറയാമല്ലോ, ഇത്രയും ഡ്രമാറ്റിക്കായിട്ട് ഭൂമിയിൽ നിന്ന് തട്ടിപ്പോയ ജീവികൾ വേറെ ഭൂമിയുടെ ചരിത്രത്തിലില്ല. ഒന്നുമില്ല, ഒരു സാധാരണ വെള്ളിയാഴ്ച ദിവസം ഒരു കാരണവുമില്ലാതെ ഭൂമിയുടെ മുകളിൽ നിന്നൊരു പാറക്കൽ വീഴും. താഴെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിയാൽ ആകാശത്ത് നരകം തുറന്നിട്ട അവസ്ഥ. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് ഡേ 1. സത്യത്തിൽ ആ ആദ്യത്തെ ദിവസം ഇടിച്ചിടിയുടെ ആ ദിവസം തന്നെ തട്ടിപ്പോയന്മാരാണ് സത്യത്തിൽ ഭാഗ്യവാന്മാർ. നമ്മൾ ആരെയും സംരക്ഷിച്ചു കൊള്ളാം എന്ന് ഭൂമി എവിടെയും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ യാതൊരു കോൺട്രാക്റ്റും ഒരു ജീവിക്കും ഭൂമിയായിട്ടില്ല. ഭൂമിയുടെ കോൺട്രാക്റ്റ് ജീവനായിട്ട് മാത്രമാണ്. എന്ത് വില കൊടുത്തും ഭൂമി ജീവനെ സംരക്ഷിക്കും. ജീവൻ എന്ന പ്രതിഭാസത്തെ മാത്രം. ഭൂമിയുടെ ലോയൽറ്റി ജീവനോട് മാത്രമാണ്. ശിശു സംരക്ഷണ വകുപ്പിന് കേസെടുത്ത് ചാർജ് ചെയ്യാവുന്ന അതിമാരകമായ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഭൂമി മാതാവ് എന്ന് പറയുന്ന ഈ അമ്മ നമ്മൾ മക്കളോട് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ വിഷം കലർത്തി കൊല്ലുക, വായുവിൽ വിഷം കലർത്തി കൊല്ലുക, വെള്ളത്തിൽ മുക്കി മക്കളെ കൊല്ലുക, തണുത്ത് മരവിപ്പിച്ച് മക്കളെ കൊല്ലുക, തീയിലും ലാവയിലും ചുട്ടുവഴിപ്പിച്ച് കൊല്ലുക, ഓക്സിജൻ കൊടുക്കാതെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക, ഓക്സിജൻ കൊടുത്തു കൊല്ലുക. ചരിത്രത്തിലെ ഏറ്റവും മോശം അമ്മ എന്നുള്ള അവാർഡ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂമിദേവിക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കും. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഭൂമിയുടെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിൽ ഏറ്റവും ആദ്യത്തേത് ഓക്സിജൻ കൊടുത്തുണ്ടാക്കിയ ദുരന്തമാണ്. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യമുണ്ടായ വലിയ ദുരന്തം. കടലിൽ ജീവിക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു ജീവികൾ അന്നത്തെ കാലത്ത് ഒട്ടും ആവശ്യമില്ലാത്ത ഓക്സിജൻ എന്ന് പറയുന്നൊരു സാധനം അന്തരീക്ഷത്തിലേക്ക് പമ്പ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്ന ഭൂമിയുടെ ആദ്യ കാലഘട്ടം. അതായത് അന്ന് ഭൂമിയിൽ അങ്ങനെ വലിയ കാര്യമായി ഓക്സിജൻ ഇല്ല. കാലങ്ങളോളം എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു സമുദ്രത്തിലെ ജീവികൾ ഇങ്ങനെ പമ്പ് ചെയ്ത് വിടുന്ന ഈ ഓക്സിജൻ ഭൂമി സ്പോഞ്ച് വലിച്ചെടുക്കുന്നത് പോലെ വലിച്ചെടുത്ത് ആഗിരണം ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ കല്ലിൻ്റെ അടിയിലും കുന്നിൻ്റെ അടിയിലും പിന്നെ ഭൂമിയുടെ മറ്റു പാളികളുടെ അടിയിലും ഒക്കെ ഇതിങ്ങനെ സ്പോഞ്ച് പോലെ അവിടെ ഇവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു ഭൂമി. കാലങ്ങളോളം ഇതിങ്ങനെ പോയി. അതായത് ഭൂമിയിൽ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് തീരെ കുറവാണ്. അതായത് അത്രയും കാലം ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികൾക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സാധനമായിരുന്നു ഓക്സിജൻ. അതായത് അവർ ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കാൻ പഠിച്ച ആളുകളാണ് ഭൂമിയുടെ ആദ്യ കാലത്ത് ജീവിച്ചിരുന്ന ഈ ജീവികൾ. പക്ഷെ പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓക്സിജനൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് അവസാന സ്ഥലമില്ലാതായപ്പോൾ ഇത് ഭൂമി പതിയെ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ ഒപ്പം ബോണസ് പോലെ സമുദ്രത്തിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു ജീവികൾ പിന്നെയും ഓക്സിജൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ തിങ്ങി നിറഞ്ഞ് കരയിലും കടലിലും അങ്ങനെ തിങ്ങി നിറയാൻ തുടങ്ങി. അപ്പോൾ ഈ ജീവികൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഈ ഓക്സിജൻ എന്ന് പറയുന്ന ചീഞ്ഞ സാധനം അവരുമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നതോടെ ഇതൊരു കാളകൂട വിഷം പോലെ പ്രവർത്തിക്കുകയും അതൊരു വലിയ ദുരന്തത്തിൽ അന്ന് കലാശിക്കുകയും ചെയ്തു. അന്നുണ്ടായിരുന്ന ജീവികൾ ഒന്നടങ്കം നശിക്കുകയും ചെയ്തു. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതായിരുന്നു എന്നതിനെപ്പറ്റി കൃത്യമായൊരു കണക്ക് നമുക്കില്ല. കാരണം അന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവികൾ പലതും നല്ല ഏതാണ്ട് എല്ലാം മൈക്രോസ്കോപ്പിക് ലെവലിൽ ഉണ്ടായിരുന്ന ജീവികളാണ്. അതുകൊണ്ട് കൃത്യമായ ഫോസിൽ റെക്കോർഡൊന്നും നമുക്കില്ല. ഇപ്പൊ പറഞ്ഞത് ഓക്സിജൻ കൂടിയപ്പോഴുള്ള പ്രശ്നമാണ്. പക്ഷെ പിന്നെ നടന്നത് ഓക്സിജൻ ഇല്ലാണ്ടായപ്പോഴുള്ള പ്രശ്നമാണ്. ജീവന്റെ ഉത്ഭവ കേന്ദ്രമായ സമുദ്രത്തിൽ കലർന്ന അതിമാരകമായ വേറൊരു കാളകൂട വിഷം കടലിൽ മുഴുവൻ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള പായലുകൾ ഇങ്ങനെ പടർന്നു പിടിച്ച് സമുദ്രത്തെ മുഴുവൻ മൂടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പിന്നീട് ആ പായൽ ചത്ത് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ചത്ത് ചെയ്യുന്ന ഈ പായല് കടലിൽ മുഴുവൻ ഇങ്ങനെ കുന്നുകൂടി കടലിനെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ പായൽ തിന്നാൻ കുറെ ബാക്ടീരിയകൾ വന്നു. ക്ലീൻ ചെയ്യാൻ വന്നവന്മാര്. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പായൽ തിന്നാൻ വന്ന ബാക്ടീരിയകൾ പായൽ തിന്ന് അവിടെ കടന്നങ്ങോട്ട് പെരുകി എണ്ണത്തിൽ അതിക്രമിച്ച് സമുദ്രത്തിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ മുഴുവനും വലിച്ചെടുത്ത് ഉപയോഗിച്ച് തീർത്തു. അത് എത്രത്തോളമായിരുന്നു അതിന്റെ ഇന്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് സമുദ്രത്തിലേക്ക് ഓക്സിജൻ കടക്കുന്നതിനേക്കാൾ ഇരട്ടി സ്പീഡിലാണ് ഇവന്മാര് മുഴുവൻ ഓക്സിജൻ ഉപയോഗിച്ച് തീർക്കുന്നത്. അതോടുകൂടി സമുദ്രത്തിലെ ജീവികൾക്ക് ഓക്സിജൻ ഇല്ലാതെയായി. ഓർക്കുക, അന്നത്തെ കാലഘട്ടത്തൊക്കെ മേജർ ലൈഫും ജീവിക്കുന്ന സമുദ്രത്തിലാണ്. സമുദ്രത്തിലെ മേജർ ജീവനും ഓക്സിജൻ ഇല്ലാതെ തുടച്ചു നീക്കപ്പെട്ടു. ഇതിനു പുറമെ കൂടിന്റെ മേലിൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത പ്രത്യേക രീതിയിലുള്ള വേറൊരു തരം ബാക്ടീരിയ കടലിൽ പെറ്റുവരികാൻ തുടങ്ങി. നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യ കാലഘട്ടത്തിൽ ഓക്സിജൻ ഒന്നും ഇല്ലാതെയാണ് മൈക്രോസ്കോപ്പിക് ജീവികളൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതെന്ന്. ഏതാണ്ട് ആ ഏരിയയിലൊക്കെ പെട്ട ജീവികളായിരുന്നിരിക്കാം. അവർ അവിടെ ഇവിടെ മറ്റേ കടലിന്റെ കോണിലും ഒക്കെ വലിയ ടച്ച് ഇല്ലാതെ ജീവിച്ചിരുന്നതായിരുന്നിരിക്കാം. പെട്ടെന്ന് ഓക്സിജൻ ഇല്ലാണ്ടായപ്പോൾ ഇവർക്ക് വളരാൻ പറ്റിയ ഒരു സാഹചര്യം പെട്ടെന്നുണ്ടായി, ഒരു അന്തരീക്ഷം. അപ്പൊ ഇവര് പെറ്റുപെരുകാൻ തുടങ്ങി. ഇവര് പെറ്റുപെരുകിയപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മറ്റേ വേസ്റ്റ് ആയിട്ട് മൂത്രമൊഴിച്ച് മറ്റു ഇടുന്നതൊക്കെയുള്ള ഇവരുടെ വിസർജ്യങ്ങൾ അത് പൂർണ്ണമായിട്ടും വിഷമായിരുന്നു, കംപ്ലീറ്റ്ലി ആസിഡിക്. അങ്ങനെ ആ കൊടിയ വിഷം അത് കടലിൽ അങ്ങനെ നിറഞ്ഞു നിന്നു. അതൊരു ബോണസ് പോലെ
ബാക്കിയുള്ള ജീവികളെ കൂടി കൊന്നൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ പല രീതിയിൽ ഭൂമിയിൽ അന്നുണ്ടായിരുന്ന മുഴുവൻ ജീവികൾക്കും വംശനാശം വരത്തക്ക രീതിയിൽ ഇത്രയും വലിയ മഹാദുരന്തങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ ഈ ഭൂമിദേവി യാതൊരു കുലുക്കവുമില്ലാതെ, യാതൊരു വിധത്തിലുള്ള ഒരു അനുശോചനം പോലും പ്രകടിപ്പിക്കാനുള്ള മര്യാദയോ മാന്യതയോ കാണിക്കാതെ വെറുതെ നിന്നങ്ങ് കറങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഇത്തരത്തിലുള്ള മഹാദുരന്തങ്ങളിലൂടെ എല്ലാം ഭൂമിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ള 99% ജീവികളും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ തുടച്ചു നീക്കപ്പെട്ടു. 99%. ആ കണക്കൊന്ന് ഇരുത്തി വെച്ചോളൂ കേട്ടോ മനസ്സിൽ. കാരണം ഒരു സ്കൂളിന്റെ ആ കൊല്ലത്തെ പരീക്ഷയിലെ അതിന്റെ 99% കുട്ടികളും തോൽക്കുകയാണെങ്കിൽ അതൊരു നല്ല സ്കൂളാണോ? ഒരു കാർ കമ്പനിയുടെ ഒരു പ്രത്യേക കാർ മോഡൽ മാത്രം വാങ്ങിയ 99% കസ്റ്റമേഴ്സും ആ കാറിനെ പറ്റി കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ അതൊരു നല്ല കാറാണോ? നിങ്ങൾ താമസിക്കാൻ ഒരു വീട് അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളെയോ അനിയത്തിയോ ഒക്കെ കെട്ടിച്ചു വിടുമ്പോൾ അവിടുത്തെ നാടും പരിസരവും ഒക്കെ നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് അന്വേഷിക്കും. അവിടെ ജീവിക്കുന്ന ആ നാട്ടിലുള്ള 99% ആളുകൾ ക്രിമിനലുകളാണെങ്കിൽ നിങ്ങൾ അവിടെ വീട് മേടിക്കുമോ? നിങ്ങൾ അങ്ങോട്ട് മോളെ കെട്ടിച്ചു വിടുമോ? ആ നാടത്ര ശരിയല്ല കേട്ടോ, ഒന്ന് സൂക്ഷിച്ചേരെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞേ നോക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഭൂമി ഒരു മാതാശ്രീ അല്ല. ഭൂമി ഒരു പ്രാന്തനായ ഗെയിം ഡെവലപ്പറാണ്. കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു കാരണവുമില്ലാതെ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്ന് ഗെയിമിൻ്റെ റൂൾസും നിയമങ്ങളും മൊത്തത്തിൽ മാറ്റി എഴുതും. ഭൂമിയിൽ സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായിട്ട് ദേ വരുന്നു പുതിയ അപ്ഡേറ്റ്, ഭൂമിയിൽ മുഴുവൻ ഓക്സിജൻ. എന്നാൽ പിന്നെ ഓക്സിജൻ ആവശ്യമുള്ള ജീവികൾ പിന്നീട് സമാധാനമായിട്ട് പരിണാമം ഉണ്ടായി ജീവിച്ചു വരുമ്പോൾ ദേ വരുന്നു പുതിയ അപ്ഡേറ്റ്, ഉള്ള ഓക്സിജൻ ഒരു കാരണവുമില്ലാതെ വലിച്ചെടുക്കുന്നു. എന്നാൽ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ദിനോസറുകൾ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുമ്പോൾ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വേറൊരു അപ്ഡേറ്റ്, ആകാശത്തുനിന്നൊരു ഉൽക്ക. പിന്നെയും കാര്യങ്ങൾ നോർമലായിട്ട് വരുമ്പോൾ ദേ പിന്നെയും വരുന്നു വേറൊരു അപ്ഡേറ്റ്, ഐസ് ഏജ്. പുള്ളിക്കാരിക്ക് തോന്നുന്നത് പോലെ പുള്ളിക്കാരി ഗെയിംസിന്റെ റൂൾസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ടേബിൾ തിരിക്കുന്നു, റൂൾസ് മാറ്റുന്നു, ടേബിൾ തിരിക്കുന്നു, റൂൾസ് മാറ്റുന്നു, റിപ്പീറ്റ്. എപ്പോഴെല്ലാം ജീവൻ കംഫർട്ടബിൾ ആയൊരു സോണിൽ നിന്ന് ജീവിച്ചു പോകുന്നുവോ ആ അവസ്ഥയിലെല്ലാം ഭൂമി അന്തരീക്ഷത്തിലെ റൂൾസ് മാറ്റിക്കൊണ്ടേയിരുന്നു. ഈ ഒരു അവസ്ഥ ഇത് എത്രത്തോളം ഭീകരമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 250 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഒരു മഹാപരമ്പര നടന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ദിനോസറിന്റെ മേത്ത് ഉൽക്ക വീണതൊന്നും ഒരു ദുരന്തമേ അല്ല. കണ്ടിന്യൂസ് ആയിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളോളം അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറഞ്ഞാൽ അതൊന്നും രണ്ടൊന്നുമല്ല, 10,000 കിലോമീറ്ററോളം നിരന്നു നിന്നിങ്ങനെ 1 by 1 ആയിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. കരയും കടലും ആകാശവും എല്ലാം നിന്ന് അങ്ങോട്ട് തിളക്കുകയാണ്. ഏതാണ്ടില്ല കഞ്ഞിവെള്ളവും ചോറും പറ്റും ഒക്കെ കിടന്ന് തിളയ്ക്കുന്ന മാതിരി. സമുദ്രം മുഴുവൻ ആസിഡായിട്ട് മാറുന്നു. കരയിലൂടെ ചുവന്ന് തിളങ്ങുന്ന ലാവയുടെ നദികൾ ഒഴുകുന്നു. ആകാശം മുഴുവൻ വൻകരകളെപ്പോലും ഇരുട്ടിലാക്കിക്കൊണ്ട് പുകയും ചാരവും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ കഥകളിൽ മാത്രം വായിച്ചിട്ടുള്ള അബ്സല്യൂട്ട് നരകം എന്ന് പറഞ്ഞൊരവസ്ഥ. അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന 96% ജീവികൾക്കും വംശനാശം സംഭവിച്ചു. ഇനി ഒരു തിരിച്ചുവരവില്ലാതെ അവരിൽ ആരെയും നമ്മളിനി കാണാനേ പോകുന്നില്ല. ഭൂമി റിലീസ് ചെയ്ത ഈ മഹാദുരന്തം എന്ന ഏറ്റവും വലിയ ഈ അപ്ഡേറ്റിന് നമ്മുടെ ആളുകൾ കൊടുത്ത പേരാണ് ദി ഗ്രേറ്റ് ഡൈയിങ്. ഓണസ്റ്റ്ലി ഇതിലും നല്ലൊരു പേരായി ഇനി വേറെ കൊടുക്കാനില്ല. അതുകൊണ്ട് ഭൂമി സേഫ് ആണ് എന്ന് പറയുമ്പോൾ ഒന്ന് തിരിഞ്ഞെന്ന് ചോദിക്കുക, ആർക്ക് സേഫ് ആണെന്ന്? ഇവരെല്ലാവരും വിചാരിച്ചത് അങ്ങനെയാണെന്നാണ്, സേഫ് ആണെന്ന്. ട്രൈലോബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സൈസ് ജീവികളുണ്ട്, കടലിൽ ജീവിച്ചിരുന്ന ജീവികളാണ്. പ്രത്യേകിച്ച് ആരും കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല ഈ ജീവികളെ പറ്റി. ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ കേൾക്കേണ്ട ആൾക്കാരാണ്. ഈ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് പറയാൻ ഏതെങ്കിലും ജീവികൾക്ക് അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട ജീവികളാണ് ഇവർ. ദിനോസറുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവർ, ദിനോസറുകളെക്കാൾ കൂടുതൽ കാലം ഈ ഭൂമിയിൽ ജീവിച്ചവർ. 270 മില്യൺ വർഷമാണ് അവർ ഈ ഭൂമിയിൽ ജീവിച്ചത്. ഭൂമിയുടെ ഭൂപടം തന്നെ മാറ്റി എഴുതുന്നത് കാരണവന്മാരായിട്ടും അനന്തരവന്മാരായിട്ടും അപ്പൂപ്പന്മാരായിട്ടും നേരിട്ട് കണ്ട ജീവികൾ, ഒരുപാട് ദുരന്തങ്ങളെ അതിജീവിച്ചവർ. അവരത്രക്ക് വലിപ്പമുള്ളവരായിരുന്നില്ല, ശക്തരായിരുന്നില്ല. ഏതാണ്ട് ഈ പ്രാണിയുടെയൊക്കെ വലിപ്പമുള്ള ജീവികൾ, നമ്മുടെ വിരലിൻ്റെയൊക്കെ അത്രയും അതിൽ ഒട്ടുമുക്കാലെണ്ണത്തിനും വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു കഴിവുകളും ഉള്ള ആളുകളായിരുന്നില്ല. പക്ഷെ എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും ഭൂമിയിൽ അതിജീവിച്ചവർ, സർവൈവേഴ്സ്. തങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന ഒരുപാട് ജീവജാലങ്ങൾക്ക് കാലാന്തരത്തിൽ വംശനാശം കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇവർ ഈ 270 മില്യൺ വർഷക്കാലം നിരന്തരമായിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒടുക്കം ദി ഗ്രേറ്റ് ഡൈയിങ് എന്ന് പറയുന്ന മഹാദുരന്തത്തിന്റെ പിന്നാലെ ഉണ്ടായ ക്ലൈമറ്റ് ചേഞ്ചിലും അന്തരീക്ഷത്തിലുണ്ടായ മറ്റ് മാറ്റങ്ങളുടെയൊക്കെ സൈഡ് എഫക്റ്റിന്റെ ഫലമായിട്ട് ഇവരില്ലാതെയായി. ഒടുവിൽ ഭൂമിക്ക് മുന്നിൽ ഇവർ കീഴടങ്ങി. എഗെയിൻ ഭൂമിയുടെ അവകാശികൾ എന്ന് വിളിക്കാൻ യഥാർത്ഥ അവകാശമുണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ. പക്ഷേ അതങ്ങനെയല്ല എന്ന് കാണിക്കാൻ ഭൂമിക്ക് ചെറിയൊരു ചാപ്റ്ററിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നതാണ് ദിനോസറുകൾ. അത് പിന്നെ പറയേണ്ട കാര്യമില്ല.
ഭൂമിയുടെ ചരിത്രത്തിൽ ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തരായിട്ടുള്ള ജന്തുക്കൾ, ഏറ്റവും പവർഫുൾ ആയ ജീവികൾ, ഭൂമിയെ മൊത്തത്തിൽ അടക്കി ഭരിച്ചിരുന്നവർ, ഒരു തരത്തിലും ഒന്നിനും കീഴടക്കാൻ കഴിയില്ല എന്ന് തോന്നിയവർ, തോന്നിപ്പിച്ചവർ. പക്ഷേ പറ്റിയത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യം പറയാമല്ലോ, ഇത്രയും ഡ്രമാറ്റിക് ആയിട്ട് ഭൂമിയിൽ നിന്ന് തട്ടിപ്പോയ ജീവികൾ വേറെ ഭൂമിയുടെ ചരിത്രത്തിലില്ല. ഒന്നുമില്ല, ഒരു സാധാരണ വെള്ളിയാഴ്ച ദിവസം ഒരു കാരണവും ഇല്ലാതെ ഭൂമിയുടെ മുകളിൽ നിന്നൊരു പാറക്കല്ല് വീഴുന്നു. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം വെറൈറ്റി അപ്ഡേറ്റ്. 20 കിലോമീറ്റർ സ്പീഡിൽ ഒരു 10-15 കിലോമീറ്റർ നീളമുള്ള ഒരു പാറക്കല്ല് ഇങ്ങോട്ട് ആകാശത്തുനിന്ന് പാഞ്ഞു വരുന്നു. 100 കണക്കിന് കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്ന സകലതും ഇടിച്ച ഇടിയിൽ കാഞ്ഞുപോയി. ഇടിയിൽ നിന്നുണ്ടായ ആ ഷോക്ക് വേവ്, ആ വായു ഇങ്ങനെ തെറിച്ചിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഭൂമിക്ക് ചുറ്റും മണിക്കൂറുകളോളം സഞ്ചരിച്ച് അതിൻ്റെ പാതയിൽ ഉണ്ടായിരുന്ന സകലതിനെയും ഇടിച്ചു നിരത്തി. കുന്നും മലയും കാടും എടുത്ത വഴിക്ക് ഭൂമി മുഴുവൻ ഭൂമികുലുക്കം. ആകാശത്ത് മേഘങ്ങളെ മുട്ടുന്ന രീതിയിൽ അണ്ടകടാഹം പോലെ സുനാമി. ഇടിച്ച ഇടിക്ക് ഭൂമിയിൽ നിന്ന് തെറിച്ചു പോയ ഭൂമിയുടെ കഷ്ണങ്ങൾ പിന്നീട് ആകാശത്ത് നിന്ന് മണിക്കൂറുകളോളം മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്തിറങ്ങി. ആകാശം നിന്ന് തിളങ്ങാൻ തുടങ്ങി. ആകാശത്തിന് തീ പിടിച്ച അവസ്ഥ. അങ്ങനെ അതിൽ വേറെ കുറേ എണ്ണം കാഞ്ഞുപോയി. താഴെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിയാൽ ആകാശത്ത് നരകം തുറന്നിട്ട അവസ്ഥ. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് ഡേ 1. സത്യത്തിൽ ആ ആദ്യത്തെ ദിവസം, ഇടിച്ച ഇടിയുടെ ആ ദിവസം തന്നെ തട്ടിപ്പോയന്മാരാണ് സത്യത്തിൽ ഭാഗ്യവാന്മാർ. കാരണം പിന്നീട് അവിടെ ജീവിച്ചവരാരും തുള്ളി വെള്ളം കിട്ടാതെ, തീറ്റയും കിട്ടാതെയാണ് അവർ പിന്നീട് അവിടെ ജീവിച്ചത്. ആഴ്ചകളോളം തൊട്ട് മാസങ്ങളോളം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊടിപടലങ്ങൾ നിറഞ്ഞു നിന്നു. ആകാശത്ത് നിന്ന് സൂര്യവട്ടം ഭൂമിയിൽ തൊടാത്ത അവസ്ഥ. ഏതാ രാത്രി ഏതാ പകൽ തമ്പുരാനറിയാം. ഭൂമിയിലേക്ക് സൂര്യപ്രകാശം വരാതായപ്പോൾ പതിയെ പതിയെ ചെടികളും മരങ്ങളും ഒക്കെ ഓരോന്നായിട്ട് ഇല്ലാതാവാൻ തുടങ്ങി. ചെടികളും മരങ്ങളുമാണ് ഭൂമിയിലെ ഫുഡ് പിരമിഡിൻ്റെ ഏറ്റവും ബേസിക് അടിത്തറ. അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ ജീവികളും നിൽക്കുന്നത്. അതോടെ ചെടികളും മരങ്ങളും ഇല്ലാതായതോടെ അവരെ തിന്നുന്ന ജീവികളില്ലാതായി. അപ്പോൾ ഈ ചെടികളെ തിന്നുന്ന ജീവികളെ തിന്നുന്ന പ്രഡേറ്റുകൾ വേറെ ഇല്ലാതായി. അങ്ങനെ മൊത്തത്തിൽ ആഹാര ശൃംഖല തന്നെ മൊത്തത്തിൽ ഡിസ്റപ്റ്റഡായി, തകർന്ന് തരിപ്പണമായി. പിന്നാലെ തീറ്റയും വെള്ളമൊന്നും കിട്ടാനില്ലാതായപ്പോൾ പതിയെ ദിനോസറുകളും ഇല്ലാതായി. ഒന്ന് ആലോചിക്കുക, തീറ്റയും വെള്ളമൊന്നും ഇല്ലാതെ മാസങ്ങളോളം ഭൂമിയിൽ അങ്ങനെ അലഞ്ഞു നടക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെയാണ് ഒട്ടുമിക്ക ഡൈനോസറേഴ്സും മരിച്ചത്. ആ ഒരു തൽക്ഷണ നേരം കൊണ്ട് പെട്ടെന്നുണ്ടായ ആ ഉൽക്കയുടെ ഒരൊറ്റ ഇടിയിൽ ഭൂമിയിലെ അന്തരീക്ഷത്തിൻ്റെ, പ്രകൃതിയുടെ, എവല്യൂഷൻ്റെ തന്നെ മുഴുവൻ റൂൾസും അവിടെ മാറ്റി എഴുതപ്പെടുകയായിരുന്നു. ആ ഒരൊറ്റ സംഭവത്തിൻ്റെ പ്രത്യാഘാതത്തിൻ്റെ ഫലമായിട്ട് ഭൂമിയിലെ 75% ജീവികളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. കൂട്ടത്തിൽ ഏറ്റവും ശക്തരായ, ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തരായ ദിനോസറുകളും ഇല്ലാതെയായി. അവർ നശിച്ചത് അവർ ദുർബലരായതുകൊണ്ടോ ശക്തിയില്ലാത്തവരായതുകൊണ്ടോ സർവൈവ് ചെയ്യാനുള്ള കഴിവില്ലാത്തവരായതുകൊണ്ടോ ഒന്നുമല്ല. ഒരു പരിചയവും ഇല്ലാത്ത രീതിയിൽ ഗെയിംസിൻ്റെ റൂൾ എടുത്ത വഴിക്ക് മാറിപ്പോയത് കൊണ്ട് മാത്രമാണ് അവർ ഈ ഭൂമിയിൽ ഇല്ലാതായത്. ഇനി ഇതിനേക്കാളൊക്കെ സ്ട്രേഞ്ചായ, എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. നമ്മൾ മനുഷ്യർ തന്നെ. ഭൂമിയിൽ നമ്മൾ മനുഷ്യരെ കൂടാതെ വേറെയും പല ജാതിയിലുള്ള മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കുഞ്ഞുനാളിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഈ പാമ്പിന് പല ജാതി ഉള്ളതുപോലെ മൂർക്കം പാമ്പ്, ചേരപ്പാമ്പ്, അണലിപ്പാമ്പ്, പെരുമ്പാമ്പ്, മലമ്പാമ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഏതാണ്ട് 8 തൊട്ട് 12 തരത്തിലുള്ള മനുഷ്യർ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവർ നമുക്ക് മുന്നേ വന്നവരാണ്, നമ്മളെക്കാൾ ശക്തരാണ്, നമ്മളെക്കാൾ ബലവാന്മാരാണ്. അവർ വന്ന സാഹചര്യത്തോടും അന്തരീക്ഷത്തോടും ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്ത് നിന്നവരാണ്. അവരുടെ അന്തരീക്ഷത്തോട് ഏറ്റവും കൂടുതൽ പൊരുത്തപ്പെട്ടു നിന്നവർ. നമ്മൾ ഈ പറഞ്ഞ മനുഷ്യവംശത്തിൻ്റെ സീരീസിൽ ഏറ്റവും അവസാനം റിലീസായ വളരെ ദുർബലമായ അപ്ഡേറ്റാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മൾ. ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ പല ഭാഗത്തും അവരുടെ കാരണവന്മാരും കാരണവന്മാരും ഒക്കെ ആയിട്ട് പരമ്പരകളായിട്ട് ഭൂമി അടക്കി ഭരിച്ച് ജീവിച്ചു പോകുന്ന മനുഷ്യവംശങ്ങൾ. എഗെയിൻ ഒരിക്കൽ കൂടി പറയുന്നു, അവർ കുരങ്ങന്മാരായിരുന്നില്ല, കുരങ്ങന്മാരെ പോലെയുള്ള ജീവികളായിരുന്നില്ല, ചിമ്പാൻസികളായിരുന്നില്ല. മനുഷ്യർ, യഥാർത്ഥ മനുഷ്യർ, നമ്മളെപ്പോലെയുള്ള മനുഷ്യർ. അവർ നമ്മുടെ പൂർവികന്മാരെ പോലെ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കി, അവർ നായാട്ട് നടത്തി, അവരുടെ കുട്ടികളെയും അവരുടെ വൃദ്ധരായ ആളുകളെയും നമ്മളെപ്പോലെ തന്നെ പരിചരിച്ചിരുന്നവരായിരുന്നു, പുന്നാരിച്ചിരുന്നവരായിരുന്നു. രാത്രികളിൽ അവരൊരു പക്ഷെ തീക്ക് ചുറ്റുമിരുന്ന് അവരുടേതായ രീതിയിൽ പല കഥകളും പറഞ്ഞ് ചിരിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. അത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആയ, അഡ്വാൻസ്ഡ് ആയ ഒരു കമ്മ്യൂണിക്കേഷനൊന്നും ആയിരുന്നില്ല അവരുടേതെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ സാധ്യമായിരുന്ന ആൾക്കാരാണ് അവരൊക്കെ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആകാശത്ത് നക്ഷത്രങ്ങളെയൊക്കെ നോക്കി അവിടെ എന്താണുള്ളതെന്ന് അത്ഭുതപ്പെട്ടിരുന്നവരൊക്കെ തന്നെ ആയിരുന്നിരിക്കാം അവരും. പക്ഷെ പിന്നീട് എന്തു പറ്റി? ആസ് യൂഷ്വൽ ഭൂമിയുടെ നിയമങ്ങൾ വീണ്ടും മാറ്റി എഴുതി. കാലാവസ്ഥ അസ്ഥിരമായി. ലോകം വീണ്ടും കടുത്ത തണുപ്പിലേക്കും ചൂടിലേക്കും മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിന്നിരുന്ന വനങ്ങൾ അപ്രത്യക്ഷമായി. ചില പ്രദേശങ്ങൾ വരണ്ടുപോയി, മറ്റ് ചില സ്ഥലങ്ങൾ മരവിച്ചുപോയി. അങ്ങനെ പല മനുഷ്യവർഗ്ഗങ്ങളും ആശ്രയിച്ചിരുന്ന, വേട്ടയാടാനും മറ്റുമൊക്കെയായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന മൃഗങ്ങൾ
പുതിയ ഇടങ്ങളിലേക്ക് ചേക്കേറാനും പല മൃഗങ്ങളും മൃഗവംശങ്ങളും പൂർണ്ണമായിട്ട് ഇല്ലാതാവാനും ഒക്കെ തുടങ്ങി. അത് ഇത്തരത്തിലുള്ള മനുഷ്യവർഗ്ഗങ്ങൾക്ക് വലിയൊരു അടിയായി. കാരണവന്മാരായിട്ട് ഒരു പ്രത്യേക ലോകത്ത് തന്നെ, ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ ഇങ്ങനെ ജീവിക്കണമെന്നും ആ പ്രത്യേക ലോകത്തിൻ്റെയും ആ ടെറിട്ടോറിയുടെ അന്തരീക്ഷവും ഒക്കെ ആയിട്ടും ആ അന്തരീക്ഷത്തിൻ്റെ റൂൾസും ഒക്കെ ആയിട്ടും പൊരുത്തപ്പെട്ട് ജീവിച്ചിരുന്നവരായിരുന്നു അവർ. തലമുറകളായിട്ട് ആ അന്തരീക്ഷത്തിൻ്റെ നിയമങ്ങൾ മാത്രമേ അവർക്ക് വഴങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. തങ്ങളുടെ ആ ലോകം സാവധാനമില്ലാതാകുന്നത് അവർ വെറുതെ നോക്കിയിരുന്നു. അവർക്കതിന് മാത്രമേ കഴിയായിരുന്നുള്ളൂ. എന്നിട്ട് അവസാനം ഇല്ലാതാകുന്ന ആ ലോകത്തിനൊപ്പം അവരും ഇല്ലാതായി. പിന്നെയാണ് നമ്മൾ വരുന്നത്. ഒറ്റ നോട്ടത്തിൽ അത്ര വലിയ പ്രത്യേകതകളൊന്നും ഉള്ളവരായിരുന്നില്ല. ഒരു 10 നിയാണ്ടർതാൽ മനുഷ്യന്മാരെയും 10 നമ്മൾ ഹോമോസാപ്പിയൻസ് മനുഷ്യന്മാരെയും അപ്പുറം ഇപ്പുറം നിർത്തിയിട്ട് ഇവരായിട്ടൊരു മല്ലയുദ്ധം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും വെക്കുന്നത് നിയാണ്ടർതാൽ എന്ന് പറഞ്ഞ മനുഷ്യ വിഭാഗത്തിലായിരിക്കും. അത്രമാത്രം മല്ലന്മാരായിരുന്നു മറ്റ് മനുഷ്യവംശങ്ങളിലെ മിക്ക ആളുകളും. പിന്നെ എന്തുകൊണ്ട് അവർ തീർന്നു പോയി നമ്മൾ മാത്രം ബാക്കിയാവുകയും ചെയ്തു? അതിൻ്റെ എക്സാക്റ്റ് ഡീറ്റെയിൽസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ശക്തമായ എല്ലാ സാധ്യതകളും പറയുന്നത് നമ്മൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നതിൽ, പരസ്പരം റീഗ്രൂപ്പ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കര മിടുക്കന്മാരായിരുന്നു എന്നുള്ളതാണ്. അതിനും മാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്നു നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമ്മുടെ ഇൻ്റലിജൻസും. മറ്റാർക്കുമില്ലാത്ത, ഇതുവരെ മറ്റാരും കാണിക്കാത്തൊരു പ്രതിഭാസമായിരുന്നു അത്. പരസ്പരം കോർഡിനേറ്റ് ചെയ്യുക, സഹകരിക്കുക. അത് ഈ 10-50 പേരുടെ ഗ്രൂപ്പായിട്ടൊന്നുമല്ല, 100 കണക്കിന് 1000 ആളുകൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നു, സഹകരിച്ച് പെരുമാറുന്നു. നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളുമായിട്ട് നമ്മൾ പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു. വളരെ അകലെ ജീവിക്കുന്ന ആളുകളിൽ നിന്ന് കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് പഠിക്കുന്നു. ഒരാൾ കണ്ടെത്തിയ ഉപകാരപ്രദമായൊരു കണ്ടുപിടുത്തവും ആശയവും ആ വ്യക്തിയോടൊപ്പം ഇല്ലാതാകുന്നില്ല. അത് മറ്റാളുകളിലേക്ക് പകർന്നു കൊടുത്ത് കാട്ടുതീ പോലെ മറ്റ് മനുഷ്യർക്കിടയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അതായത് നമ്മുടെ ശേഷം വരുന്ന നമ്മുടെ മനുഷ്യവംശത്തിലെ പിൻതലമുറയ്ക്ക് ആദ്യം മുതൽ പിന്നീട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഓൾറെഡി അവരുടെ കാരണവന്മാർ നല്ലൊരു ഗ്രൗണ്ട് വർക്ക് പണിതിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിഷയത്തിന് തന്നെ മാറിപ്പോകുന്നു. പക്ഷേ ഇത്രമാത്രം അപകടകരമായൊരു ഗ്രഹമാണ് നമ്മുടെ ഭൂമിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇപ്പോഴും നമ്മളിവിടെ ജീവിക്കുന്നത്? നമ്മളിപ്പോഴും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭൂമിയിൽ ഇപ്പോഴും ജീവനുണ്ട്. ഇപ്പോഴും കടലിൽ മീനും സ്രാവും ചാള അയിലയും ഉണ്ട്, ഡോൾഫിൻ ഉണ്ട്. ഇവരൊക്കെ ഇപ്പോഴും തഴച്ചു വളരുന്നു. ചെടികൾ, മരങ്ങൾ, പക്ഷികൾ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം ഇത്രയും ദുരന്തങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നമ്മളിവിടെ സേഫാണെന്നല്ലേ? ഭൂമിയിൽ ഇപ്പോഴും ജീവനുണ്ടല്ലോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജീവനെ കൊന്നെടുക്കുന്ന ഒരു ഭൂമിയാണ് നമ്മുടെ മാതാശ്രീ എന്ന് പറഞ്ഞിട്ടും ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഭൂമി നമുക്ക് സേഫായ ഒരു സ്ഥലമാണ് എന്ന് പറയുമ്പോഴും ഭൂമി ജീവന് സേഫായ സ്ഥലമാണ് എന്ന് പറയുമ്പോഴുമുള്ള വ്യത്യാസം. ജീവൻ എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് ആ പ്രതിഭാസത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. അല്ലെങ്കിൽ ആ ജീവൻ്റെ ഒരു ചെറിയ വകഭേദം മാത്രമാണ്. ഒരു കൊല്ലൻ്റെ ആല സങ്കല്പിക്കുക. അവിടെയുള്ള മുഴുവൻ ഇരുമ്പ് കഷ്ണങ്ങളും തീയിലിട്ട് ചുട്ട് പഴുപ്പിച്ച് ചുറ്റിക കൊണ്ട് അടിച്ച് പരത്തി പുള്ളി ഒരു വാളുണ്ടാക്കും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പുള്ളിക്ക് ബോറടിക്കുമ്പോൾ പുള്ളിക്ക് വാള് വേണ്ടാന്ന് തോന്നും. പുള്ളി അപ്പോൾ എന്ത് ചെയ്യും? ഈ വാളിങ്ങനെ ചുട്ട് പഴുപ്പിച്ച് അത് വെട്ടിക്കയറി ഒരു 10 കത്തി ഉണ്ടാക്കും. പിന്നെ കുറേ കഴിഞ്ഞ് ബോറടിക്കുമ്പോൾ കത്തിയും വേണ്ടാന്ന് തോന്നും. പുള്ളി അപ്പോൾ എന്ത് ചെയ്യും? കത്തിയെല്ലാം കൂടി എടുത്ത് തീയിലിട്ട് ചുട്ട് പഴുപ്പിച്ച് അടിച്ച് പരത്തി ഒരു പുതിയ കവചം ഉണ്ടാക്കും, ഒരു പരിച. ഇതാണ് സത്യത്തിൽ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇരുമ്പിനോട് നിങ്ങൾ ഹാപ്പി അല്ലേ, നിങ്ങളിവിടെ സേഫ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ പരിപൂർണ്ണ ഹാപ്പിയാണെന്നേ ഇരുമ്പ് പറയുള്ളൂ. കാരണം തീയിലിട്ട് ചുട്ടുവഴിപ്പിക്കുകയും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇടിച്ച് പരത്തുകയൊക്കെ ചെയ്യുമെങ്കിലും ആ തീയിലൂടെ പോകുമ്പോഴാണ് ഇരുമ്പിനൊരു പർപ്പസ് ഉണ്ടാകുന്നത്. ഇരുമ്പിന് പർപ്പസുള്ള രൂപവും ഭാവവും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അതൊരു മൂലയ്ക്ക് വെറുതെ കിടന്ന് തുരുമ്പ് പിടിക്കുന്ന വെറും ഇരുമ്പ് കഷ്ണങ്ങൾ മാത്രമാണ്. പക്ഷെ വാളിനോടും കത്തികളോടും പരിചയോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം വാളിനെ വെട്ടിമുറിച്ചവിടെ കത്തിയാക്കി, വാൾ അവിടെ ദയനീയമായി വധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കത്തി എല്ലാം കൂടെ കൂട്ടിയിട്ട് അടിച്ചു പരത്തി പരിചയുണ്ടാക്കി, കത്തിയും വളരെ ദയനീയമായിട്ട് അവിടെ വധിക്കപ്പെട്ടു. പക്ഷെ ഇരുമ്പ് ഇപ്പോഴും ആലയിൽ അതിജീവിക്കുന്നു, പലവിധ രൂപത്തിൽ, പലവിധ ഭാവങ്ങളിൽ. വളരെ വിചിത്രവും മനോഹരവും എന്നാൽ പേടിപ്പിക്കുന്നതുമായൊരു സത്യമാണത്. 96% ജീവനും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ, അങ്ങനെ തുടച്ചു നീക്കപ്പെടുന്ന രീതിയിലുള്ളൊരു മഹാദുരന്തം സംഭവിച്ചപ്പോൾ പോലും ഭൂമി ജീവനെ കൈവിട്ടില്ല. വളരെ ശക്തമായിട്ട് ഭൂമി ജീവനെ തൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു പിടിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, കാലാന്തരങ്ങൾക്ക് ശേഷം ആ മഹാദുരന്തം കെട്ടടങ്ങിയപ്പോൾ ഭൂമി ജീവനെ തിരിച്ചു കൊണ്ടുവന്നു. പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ. നമ്മൾ ആരെയും സംരക്ഷിച്ചു കൊള്ളാം എന്ന് ഭൂമി എവിടെയും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ യാതൊരു കോൺട്രാക്റ്റും ഒരു ജീവിക്കും ഭൂമിയായിട്ടില്ല. ഭൂമിയുടെ കോൺട്രാക്റ്റ് ജീവനായിട്ട് മാത്രമാണ്. എന്ത് വില കൊടുത്തും ഭൂമി ജീവനെ സംരക്ഷിക്കും. ജീവൻ എന്ന പ്രതിഭാസത്തെ മാത്രം. ഭൂമിയുടെ ലോയൽറ്റി ജീവനോട് മാത്രമാണ്. ഇനിയാണ് പ്രധാന ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നത്. നമ്മുടെ ഭൂമിക്ക് ഇത്രയ്ക്ക് വയലൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ഉണ്ടായിരുന്നില്ല എങ്കിൽ
വളരെ സ്റ്റേബിളായ ഒരു അന്തരീക്ഷമാണ് നമുക്കും നമ്മുടെ ഭൂമി പ്രൊവൈഡ് ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ സേഫായിട്ട് ജീവിക്കാമായിരുന്നു, അല്ലേ? ജീവനൊപ്പം ജീവികളെയും പൊതിഞ്ഞു പിടിക്കുന്ന ഭൂമി. എന്നാൽ അത് നമ്മുടെ അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന വലിയൊരു മിഥ്യാധാരണയാണ്. ഭൗതിക ശാസ്ത്രവും ജീവശാസ്ത്രവും നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്ന വളരെ ക്രൂരമായ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമി അങ്ങനെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രഹമായിരുന്നെങ്കിൽ ഇത്ര സങ്കീർണമായി ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു തലച്ചോറ് നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഇത്ര ഊഷ്മളമായ രക്തം നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങളിപ്പോൾ കാണുന്ന ഈ കോലത്തിൽ എഴുന്നേറ്റ് നിൽക്കുക പോലും ഉണ്ടായിരുന്നില്ല. വളരെ സ്റ്റേബിളായ അന്തരീക്ഷത്തിൽ, ശാന്തമായൊരു അന്തരീക്ഷത്തിൽ പരിണാമം വളരെ മന്ദഗതിയിലായിരിക്കും പോവുക. അന്തരീക്ഷ സമ്മർദ്ദം എന്ന് പറയുന്നത് പരിണാമത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അതായത് തലയിൽ തോക്ക് ചൂണ്ടി വെച്ചിട്ട് പരിണമിക്കട എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു പക്ഷെ പരിണാമം ഉണ്ടാവുകയുള്ളൂ. അതിജീവനം അനിശ്ചിതത്വത്തിലാകുമ്പോഴാണ് മിക്കപ്പോഴും പരിണാമം വേഗത്തിലാവുന്നത്. അപ്പോഴെല്ലാമാണ് പരിണാമം ഉണ്ടായിട്ടുള്ളത്. അപ്പോഴെല്ലാമാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞു, അന്തരീക്ഷത്തിൽ ഓക്സിജൻ തിങ്ങി നിറഞ്ഞ് വിഷമയമായി അന്നുണ്ടായിരുന്ന എല്ലാ മൈക്രോസ്കോപ്പിക് ജീവികളും ചത്തു തീർന്നുവെന്ന്. അന്ന് അങ്ങനെ ആ ജീവികൾ ചത്തു തീർന്നത് കൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അന്ന് ആ ഓക്സിജൻ കൊണ്ടുള്ള വലിയൊരു മഹാദുരന്തം ഉണ്ടായിരുന്നില്ല എങ്കിൽ നമ്മൾ ഇന്ന് ഭൂമിയിൽ നിൽക്കുമായിരുന്നില്ല. പിന്നെ പറഞ്ഞു, ഈ കടലിൽ മുഴുവൻ ഇങ്ങനെ പായലുകൾ വന്നു നിറഞ്ഞ് കടലിൽ മുഴുവൻ ഓക്സിജൻ ഇല്ലാതാകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കടലിൽ മുഴുവൻ വിഷം കലർന്ന് അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ സമുദ്രജീവികൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദുരവസ്ഥ അവർക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവർ കരയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തിയത്. ജീവൻ നിലനിർത്തണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ കരയിലേക്ക് കയറിയേ പറ്റൂ എന്ന വലിയൊരു അന്തരീക്ഷ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അന്ന് കടൽ ജീവികൾ കരയിലേക്ക് കയറിയത്. പിന്നീട് ഇന്ന് കാണുന്ന രീതിയിൽ നിന്ന് ശ്വസിക്കാൻ പാകത്തിന് ശ്വാസകോശം ഉണ്ടാവുകയും കരജീവികൾക്ക് വളരെ അഡ്വാൻസ്ഡ് ആയൊരു പരിണാമം ഉണ്ടാവുകയും ചെയ്തത് അതിൻ്റെ പിന്നാലെയാണ്. ഭൂമിക്ക് വളരെ സ്റ്റേബിളായൊരു അന്തരീക്ഷമാണ് അന്ന് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ജീവികളൊക്കെ കടലിൽ തന്നെ കിടന്നേനെ. കരയിലുള്ള ജീവികൾക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള സങ്കീർണമായ പരിണാമമൊന്നും ഉണ്ടാവാൻ പോവില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ദിനോസറുകൾ വന്നു. കോടിക്കണക്കിന് വർഷങ്ങളോളം ഈ ഭൂമി അവന്മാരുടെ കുത്തകയായിരുന്നു. വെള്ളവും ഭക്ഷണവും എന്തിന് ശ്വസിക്കുന്ന ശുദ്ധമായ വായുവും സൂര്യവെട്ടം പോലും മൊത്തത്തിൽ അടക്കി വെച്ചിരുന്ന സമ്പൂർണമായൊരു മൊണോപ്പൊളി. അന്ന് നമ്മളെവിടെയായിരുന്നു? നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ പൂർവികന്മാർ, മാമൽസ് എന്ന് പറയും, സസ്തനികളുടെ പൂർവികന്മാർ. വളരെ പരിതാപകരമായിരുന്നു അന്നത്തെ നമ്മുടെ കാരണവന്മാരുടെ ഈ സസ്തനികൾ എന്ന് പറഞ്ഞ ആളുകളുടെ അവസ്ഥ. ഈ ദിനോസറുകളെ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. രാത്രിയേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അവന്മാരെ പേടിച്ചിട്ട് വെള്ളം കുടിക്കാൻ പോകാൻ പറ്റില്ല, ഭക്ഷണം തേടി പോകാൻ പറ്റില്ല, നേരെ ചൊവ്വേ വെട്ടം കാണാൻ പോകാൻ പോലും പറ്റില്ല. എലികളെ പോലെ ഒളിച്ചും പാത്തും ഇഴഞ്ഞും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞിരുന്നത്. പക്ഷേ പ്രകൃതി തീരുമാനിച്ചു, അങ്ങനെ ഒരാളുടെയും മൊണോപ്പൊളി ഈ ഭൂമിയിൽ വേണ്ട. ഒരുത്തൻ്റെയും കുത്തകയല്ല ഈ ഭൂമി. ദേ വരുന്നു ഉൽക്ക. തീർന്നു എല്ലാ മൊണോപ്പൊളിയും. ഉൽക്ക വന്നിടിച്ചപ്പോൾ നമ്മൾ ഒളിച്ചും പാത്തും പതുങ്ങിയും മാളത്തിൽ ഒളിച്ചിരുന്ന് ഭൂമിയുടെ അടിയിലേക്ക് പോയും നമ്മൾ അതിജീവിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായപ്പോൾ പതിയെ നമ്മൾ പുറത്തേക്ക് വന്നു. പിന്നെയായിരുന്നു നമ്മുടെ വളർച്ച. പിന്നെ നമ്മൾ തീരുമാനിച്ചു ഇനി നമ്മുടെ മൊണോപ്പൊളിയാണെന്ന്. ഭൂമി സമാധാനമുള്ള സ്റ്റേബിളായൊരു അന്തരീക്ഷമായിരുന്നെങ്കിൽ ഇത് സംഭവിക്കായിരുന്നില്ല. അങ്ങനെ സ്റ്റേബിളും സമാധാനവുമായ ഒരു അന്തരീക്ഷവും ചുറ്റുപാടുമാണ് നമുക്കുണ്ടായിരുന്നതെങ്കിൽ നമ്മുടെ സഹോദര മനുഷ്യവംശങ്ങളായിരുന്നിരിക്കും ഇന്ന് യൂറോപ്പും ഏഷ്യയും ഒക്കെ അടക്കി ഭരിക്കുന്നത്. ഇവരുടെയൊക്കെ കാലിൻ്റെ അടിയിലും നിഴലിൻ്റെ കീഴിലും ഒക്കെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന, ഒന്നിനും ചെയ്യാൻ ത്രാണിയില്ലാത്തൊരു ദുർബല മനുഷ്യവംശമായിട്ട് നമ്മൾ ഹോമോസാപ്പിയൻസ് മാറിയത്. നമുക്ക് നമ്മുടേത് മാത്രമായൊരു പരിണാമ പരമ്പര ഉണ്ടാകുമായിരുന്നില്ല. ഈ ഭൂമിയിൽ വന്ന 99% ജീവികൾക്കും വംശനാശം സംഭവിച്ചില്ലാതെയായി എന്ന് പറയുമ്പോൾ നമ്മളൊരു പക്ഷെ നോക്കിക്കാണുന്നത് ഭൂമി എന്നൊരു വലിയ ശവപ്പറമ്പിനെയാണ്. പക്ഷെ അവിടെ നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ കാണാതെ പോകുന്നൊരു പോയിന്റ് ഉണ്ട്. ബാക്കി വന്ന ആ 1% ജീവിവർഗങ്ങളുണ്ടല്ലോ, അവരുടെ പിൻതലമുറക്കാരാണ് നമ്മൾ എന്ന സത്യം. 400 കോടി വർഷം നീണ്ടു നിന്ന അതികഠിനമായ പരീക്ഷണ കാലഘട്ടത്തിലൂടെ, 5 വലിയ മഹാദുരന്തങ്ങളിലൂടെ, പിന്നെ കൊച്ചു കൊച്ചു എണ്ണമറ്റ ദുരന്തങ്ങളിലൂടെയൊക്കെ കടന്നു വന്നാണ് നമ്മുടെ ജനിതക ഘടന ഇന്ന് ഇങ്ങനെയായിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു മാസ്റ്റർ പീസാണ് എന്നർത്ഥം. നമ്മളൊരു വലിയ സംഭവമാണ്. ഭൂമിയുടെ നിരന്തരമായിട്ടുള്ള ഈ അസ്ഥിരവും സങ്കീർണവുമായിട്ടുള്ള ഈ സ്വഭാവമാണ്, ഈ അന്തരീക്ഷമാണ് ഒരു ചെറിയ പ്രോട്ടീൻ കണികയിൽ നിന്നും ആകാശത്തേക്ക് നോക്കി ഈ പ്രപഞ്ചം എന്താണ് എന്ന വലിയൊരു ചോദ്യം ചോദിക്കാൻ പാകത്തിന് സങ്കീർണമായൊരു ജീവിയാക്കി നമ്മളെ മാറ്റിയത്. അതാണ് യാഥാർത്ഥ്യത്തിൻ്റെ വളരെ കഠിനമായൊരു ചിത്രം. അതാണ് സത്യം. പൂർണ്ണമായും സുരക്ഷിതമായൊരു ലോകത്തിന് ഒരു കാലത്തും അത്ഭുതകരമായി ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. അതോടൊപ്പം നമ്മൾ മറന്നു പോകരുതാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഭൂമി ഒരു കൊല്ലൻ്റെ ആലയാണ് എന്നുള്ളത്.
നിരന്തരമായി ജീവനെ തീയിലിട്ട് ചുട്ടുപഴുപ്പിച്ച് രൂപമാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊല്ലൻ്റെ ആല. തൊട്ടടുത്ത ഊഴം ഒരുപക്ഷെ നമ്മുടെ ആയിരിക്കാം എന്നുള്ളത് മറന്നു പോകരുത്. ഒരുപക്ഷെ നമുക്ക് ശേഷം വരുന്ന ആ ജീവൻ്റെ പുതിയ വകഭേദം നമ്മളെക്കാൾ മനോഹരവും നമ്മളെക്കാൾ സങ്കീർണവുമായിരിക്കാം. അവർക്ക് നല്ലത് മാത്രം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.